വാൽപ്പാറ അപകടത്തിൽ മരിച്ച മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ പാചക തൊഴിലാളി സാജിദയുടെ മകൻ ഷഹദീന്റെ ചികിത്സാ പഠന ചെലവുകളും ഏറ്റെടുത്ത് മലപ്പുറം കൽപ്പകഞ്ചേരി ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. മരിച്ച സ്കൂൾ ബസിന്റെ ഡ്രൈവർ നൌഷാദിന് പുതിയ വീടും നിർമ്മിച്ചു നൽകും. ട്രസ്റ്റ് ഭാരവാഹികൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ പിതാവ് മരിച്ച ഷഹദീൻ മാതാവ് സാജിദയുടെ കൂടെയായിരുന്നു താമസം. മാതാവ് കൂടി അപകടത്തിൽ മരിച്ചതോടെ 11കാരൻ തനിച്ചായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹദീൻ നിലവിൽ കോയമ്പത്തൂരിലെ ഗംഗാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ചികിത്സയ്ക്ക് വൻ തുക വേണം. ഷഹദീന്റെ ഇനിയുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുക്കുമെന്നാണ് കൽപ്പകഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പാണക്കാടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെ അറിയിച്ചത്. സാജിദ എന്ന സ്ത്രീ അവർ മരിച്ചിരുന്നു. അപ്പോൾ അവരുടെ മകനുണ്ട് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിക്കുകളുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അതിന്റെ ചികിത്സ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയിലെ പഠന ചെലവ്, ഇത് രണ്ടും അപ്പോൾ ഏറ്റെടുക്കാൻ വേണ്ടി അപകടത്തിൽ മരിച്ച സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദിന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ കുടുംബത്തിന് ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകും. സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ഞങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പല പ്രാവശ്യം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇന്ന് മുഖ്യമന്ത്രിയെ വീണ്ടും കാണും, എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേസമയം അപകടത്തിൽ മരിച്ചവർക്കുൾപ്പെടെ സർക്കാർ ധനസഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. മീഡിയ 1 മലപ്പുറം.